തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ദൈവകരുതൽ, ഡിവൈൻ പ്രൊവിഡൻസ് എന്നത് ദൈവം നമ്മെ സ്നേഹത്തോടെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്ന വിശ്വാസമാണ്. നമ്മൾ കാണാത്ത വഴികളിലും മനസ്സിലാക്കാത്ത സംഭവങ്ങളിൽ പോലും ദൈവത്തിന്റെ കൈ പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പാണ് ദൈവകരുതൽ. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6:26. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവയെ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് പോറ്റുന്നു. ഇത് ദൈവകരുതലിന്റെ ഏറ്റവും ലളിതവും ശക്തവുമായ ബൈബിൾ ചിത്രമാണ്. ഒന്നാമതായി, ദൈവം പരിപാലിക്കുന്ന പിതാവ്, ഗോഡ് ആസ് കെയറിംഗ് ഫാദർ. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. സഭാപിതാവായ അഗസ്റ്റിൻ പഠിപ്പിക്കുന്നു, ട്രസ്റ്റ് ദി പാസ്റ്റ് ടു ദി മേഴ്സി ഓഫ് ഗോഡ്, ദി പ്രസന്റ് ടു ഹിസ് ലവ് ആൻഡ് ദി ഫ്യൂച്ചർ ടു ഹിസ് പ്രൊവിഡൻസ്. ദൈവകരുതൽ എന്നത് നമ്മുടെ ജീവിതത്തിലെ ഭൂതകാലം, വർത്തമാനം, ഭാവി എല്ലാം അവന്റെ സ്നേഹത്തിന്റെ കീഴിലാണെന്ന ഉറപ്പാണ്. 2, പരീക്ഷകളിലും ദൈവത്തിന്റെ നയിക്കൽ, പ്രൊവിഡൻസ് ഇൻ സഫറിംഗ്. റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദുരിതം ദൈവകരുതലിന് വിരുദ്ധമല്ല, പലപ്പോഴും അത് ദൈവത്തിന്റെ ആഴത്തിലുള്ള പദ്ധതിയുടെ ഭാഗമാണ്. സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നു, ദൈവം അനുവദിക്കുന്ന ഓരോ സംഭവത്തിനും ആത്മീയ വളർച്ചയുടെ ലക്ഷ്യമുണ്ട്. മനഃശാസ്ത്രപരമായി പരീക്ഷകൾ റെസിലിയൻസ് അല്ലെങ്കിൽ വേദനകളിൽ നിന്ന് തിരിച്ചു വരുവാനുള്ള ശക്തി വളർത്തുന്നു. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ കൂടുതൽ ശക്തിയുള്ളവരാകുന്നു. വിശ്വാസമുള്ളവർ പ്രതിസന്ധിയെ അർത്ഥവത്തായി കാണാൻ പഠിക്കുന്നു. 3, ഉത്കണ്ഠകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഫ്രം ആങ്സൈറ്റി. മത്തായിയുടെ സുവിശേഷം 6:34. നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട. ഇന്നത്തെ സമൂഹത്തിലെ വലിയ പ്രശ്നം ആങ്സൈറ്റി അല്ലെങ്കിൽ ആകുല ചിന്തകൾ ആണ്. മനഃശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്കിൾ പറയുന്നു, those who have a why to live can bear almost anyhow. ദൈവകരുതലിൽ വിശ്വാസമുള്ളവർക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്തുകൊണ്ട് എന്നത് വ്യക്തമാണ്. ഞാൻ ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതനാണ്. ഇത് മാനസിക സമാധാനം നൽകുന്നു. പ്രാർത്ഥനയും വിശ്വാസവും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നുവെന്ന് ആധുനിക മനഃശാസ്ത്രവും സാക്ഷിക്കുന്നു. 4, ദൈവകരുതൽ നമ്മെ ഉത്തരവാദിത്തമുള്ളവരാക്കുന്നു. പ്രൊവിഡൻസ് ആൻഡ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ദൈവകരുതൽ എന്നത് നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന അർത്ഥമല്ല, ദൈവം നമ്മെ സഹപ്രവർത്തകരാക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 37:5. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്ക, അവനിൽ ആശ്രയിക്ക. ക്രിസ്തീയ ചിന്തകൻ C.S. ലൂയിസ് എഴുതുന്നു, റിലേയിങ് ഓൺ ഗോഡ് ഹാസ് ടു ബിഗിൻ ഓൾ ഓവർ അഗൈൻ എവരി ഡേ. ദൈവത്തിൽ ആശ്രയിക്കൽ ഒരു ദിവസത്തെ പ്രവൃത്തിയല്ല, ഇത് ദിവസേന പുതുക്കപ്പെടേണ്ട വിശ്വാസ ബന്ധമാണ്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ കരുതൽ ഒരിക്കലും പരാജയപ്പെടില്ല. വിലാപങ്ങൾ 3:22. യഹോവയുടെ കരുണകൾ അവസാനിക്കുന്നില്ല, അവ ഓരോ പ്രഭാതവും പുതിയതാകുന്നു. അവന്റെ കരുതലിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാം. ദൈവം നയിക്കുന്ന ജീവിതം ഒരിക്കലും നിരാശപ്പെട്ടു പോകുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.